ബിജുചേട്ടാ നമസ്കാരം. 1990 മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ഒരു വ്യക്തിയാണ് ബിജുചേട്ടൻ. ഞാൻ മനസ്സിലാക്കുന്നത് സന്ദേശ് നാഷണൽ ഡെയിലി തുടങ്ങി കേരള കൗമുദി വഴി ദൂരദർശനിലൂടെ റിപ്പോർട്ടർ ചാനലിലൊക്കെ പ്രവർത്തിച്ച് ബിജുചേട്ടൻ വളരെ വലിയൊരു മാധ്യമ സബരിയെ പിന്നിട്ടിട്ടാണ് ഇപ്പോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്വന്തമായിട്ട് ഓണറായിട്ട് ഇരിക്കുന്നത്, അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കുന്നത്. ഞാൻ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ നികേഷ് കുമാർ, മാധ്യമ രംഗത്തെ സിംഹമായിട്ടുള്ള നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം നിർത്തുന്നു എന്ന് വാർത്ത പുറത്തു വന്നല്ലോ. അപ്പൊ പുള്ളിക്കാരൻ 2014 ഒരു തവണ മാധ്യമപ്രവർത്തനം നിർത്തിയതാണ്. അപ്പം ചേട്ടൻ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായിരുന്നു, നികേഷ് കുമാറിന്റെ കീഴിൽ ഉണ്ടായിരുന്നു. അപ്പൊ നികേഷ് കുമാർ എന്തായിരുന്നു, ഏതായിരുന്നു എന്നുള്ള കാര്യം ആധികാരികമായി ഒരുപക്ഷെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം, നികേഷ് കുമാറിന് മുൻപേ മാധ്യമപ്രവർത്തനം നിർത്തിയ ഒരു മാധ്യമപ്രവർത്തക കൂടെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി വിജയിച്ചു കഴിഞ്ഞ ശേഷം, രണ്ട് കോണ്ടക്സ്റ്റ് ആണ്. നരേന്ദ്രമോദി വിജയിച്ചു കഴിഞ്ഞ ശേഷം ധന്യ രാജേന്ദ്രൻ മാധ്യമപ്രവർത്തനം നിർത്തി, ഇനി ഞാൻ ഫെമിനിസവും ആക്ടിവിസത്തിലോട്ടൊക്കെ കടക്കുകയാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് നികേഷ് കുമാറിന്റെ കാര്യത്തിലോട്ട് കിടക്കാം. നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം നിർത്തുമ്പോൾ നികേഷ് എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ വിലയിരുത്തുന്നു? എന്താണ് റിപ്പോർട്ടർ ചാനലിന്റെ തകർച്ചയ്ക്ക് കാരണം? ഈ പുറമെ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് പോലെ നികേഷ് കുമാർ ഒരു ഭീകരനാണ്. അതായത് സാലറി ഒന്നും കൊടുക്കാത്ത, റിപ്പോർട്ടർ ചാനലിന്റെ തകർച്ചയിലും റിപ്പോർട്ടർ ചാനലിനെ എന്താ പറയാ വലിയ രീതിയിൽ എടുത്തുയർത്താനൊന്നും ശ്രമിക്കാത്ത ഒരു വ്യക്തിയാണോ നികേഷ് കുമാർ? ഇല്ല, നികേഷ് സാറിന്റെ കൂടെ ഞാൻ 2017 അവസാനം 2018 കാലഘട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാല് നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. അതായത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനെ അല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആരും തന്നെ നിഷ്പക്ഷരില്ല. എല്ലാവർക്കും ഒരു പക്ഷമുണ്ട്. എല്ലാ മനുഷ്യനും ഒരു പക്ഷമുണ്ട്. പക്ഷമില്ലാത്ത ഒരു മനുഷ്യനില്ല. പക്ഷമില്ലാത്ത ഒരു മനുഷ്യനുമില്ല ഈ ലോകത്ത്. എല്ലാവർക്കും ഒരു പക്ഷമുണ്ടാകും. ഏത് കാര്യത്തിനായാലും നമുക്കൊരു യെസ് ഓർ നോ ഉണ്ടാകണം. അല്ലാതെ യെസ് മാത്രമായിട്ടൊരു കാര്യമോ അല്ലെങ്കിൽ നോ മാത്രം, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് യെസ് നോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ എല്ലാവർക്കും പക്ഷമുണ്ട്. നികേഷ് സാറിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് ഏതാണ്ട് 99% ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമപ്രവർത്തകരായിരുന്നു. ആ കാലഘട്ടം നോക്കിയാൽ ആരൊക്കെയാണ് ആ മാധ്യമപ്രവർത്തകരെന്നറിയാം. ഇന്ന് അവരൊക്കെ മറ്റു പല ചാനലിലെയും പ്രധാനപ്പെട്ട മുഖങ്ങളാണ്. അന്ന് ഞാനും വേറൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനും മാത്രമാണ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നത്. ആ മാധ്യമപ്രവർത്തകൻ ഇപ്പൊ 24 ന്യൂസിലുണ്ട്. ഞങ്ങൾ രണ്ടും മാത്രമായിരുന്നു വലതുപക്ഷ മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ വലതുപക്ഷത്തെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾ എന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ള ഏതാണ്ട് 98% പേരും ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. അവരൊക്കെ ഇന്ന് പല അതായത് 98% ആൾക്കാരും ഇടതുപക്ഷത്തെ പിന്താങ്ങുന്ന ആൾക്കാരാണ്. ഇപ്പൊ അഭിലാഷ് മോഹൻ ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മയിൽ നിന്ന് അപർണ സെൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല അൾട്രാ ഇടതുപക്ഷ നിലപാടെടുക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും അത് തന്നെയായിരുന്നു. കാരണം അതൊരു ഇടതുപക്ഷത്തിന്റെ ഇത് തന്നെയായിരുന്നു. കാരണം ആ ഒരു നമ്മളിപ്പോഴും ഒരു കാര്യമുണ്ട്, ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലൂടാണ്, തൊഴിലാണ്. വൈറ്റപ്പഴപ്പ് എന്ന് പറയുന്നതൊക്കെ ഒരു തൊഴിൽ തന്നെ. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും അവരുടെ ഡ്രസ്സ് എടുത്ത് ഇടുക എന്നുള്ളതാണ്. ഞാൻ മീഡിയ വൺ പ്രവർത്തിച്ചു, മാധ്യമപ്രവർത്തകർ, ജമാഅത്ത് ഇസ്ലാമിന്റെ. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു കുപ്പായം നമുക്ക് ഇടേണ്ടി വരും. കാരണം ഇതൊരു ജീവിതമാണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് നീ മീഡിയ വണ്ണിൽ പ്രവർത്തിച്ചില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം, എന്റെ ചെലവിന് നീ തരുമോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും. എന്റെ ജീവിതത്തിന് മുമ്പോട്ടുള്ള പൈസ തരുമോ എന്ന് ചോദിക്കേണ്ടി വരും. അത് അത് ഓരോ ചാനലിനും ഓരോ അജണ്ടകളും പൊളിറ്റിക്സും ഉണ്ട്. ഇതിനെ നമ്മളൊരു ഓർബിറ്റ് എന്നാണ് പറയുന്നത്. ഈ ഓർബിറ്റിലൂടെയാണ് ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ചേട്ടൻ മീഡിയ വണ്ണിൽ പ്രവർത്തിച്ചപ്പോൾ മീഡിയ വണ്ണിന്റെ നിലപാടിനനുസരിച്ച് വാർത്ത കൊടുക്കേണ്ടി വന്നു. നമ്മുടെ മീഡിയ വണ്ണിൽ ഒരുപാട് സംഘപരിവാർ അനുകൂലികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ജനം ടി വിയിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മാധ്യമ പ്രവർത്തകരും വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണമാണ് സുബീഷ് എന്ന് പറയുന്ന ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകൻ, ഇപ്പൊ ഫോർത്ത് ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ജനം ടിവിയിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനം ടിവിയിൽ നിന്ന് പുറത്തിറങ്ങിയ അറിയാം. ഇത് എന്താണെന്നറിയാമോ, ഈ ധനുഷ്, ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റിപ്പോർട്ടർ ചാനലില് കുറെ പേര് ഈ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ അതിന്റെ രീതിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അങ്ങനെ ഈ ജോലിക്ക് വേണ്ടി വരുന്നവരല്ല. ഈ ഇടതുപക്ഷ ചാനലുകൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പഠിക്കുന്ന പിള്ളേരെല്ലാം കോളേജ് പഠിക്കുമ്പോഴേ തന്നെ SFIക്കാരാണ്. അപ്പൊ അവരുടെ ആ ഒരു രക്തത്തിൽ മുഴുവൻ ഈ വിപ്ലവ വീര്യം ഉണ്ട്. അവരങ്ങനെ ജേർണലിസം കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ മാധ്യമ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ആ വിപ്ലവ വീര്യത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിൽ വരുന്ന ബഹുഭൂരിപക്ഷം പേരുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നെ ഏരിയ, ഈ DYFIയിലോ അല്ലെങ്കിൽ SFIയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് വരുന്നവരാണ്. അപ്പൊ അവര് കൊണ്ടാണ് അത് മുമ്പോട്ട് പോയത്. നിഖിൽ സാറിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് താനും. എന്നാൽ അദ്ദേഹം നല്ല വാർത്തകളെ അദ്ദേഹം അഭിനന്ദിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു മടിയും കാണിക്കാറില്ല.
ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മടിയും ഇല്ലാതെ നമ്മൾ അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം. സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം നശിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറയും. അതിനു മുമ്പൊക്കെ വളരെ നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് സ്വന്തം ചാനലുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ആവശ്യങ്ങളുടെ പുറകിൽ പോയി കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇടയ്ക്ക് പൊളിഞ്ഞടിക്ക് പോകേണ്ട ഒരു സാഹചര്യം. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാകുന്നു. എനിക്കറിയാം, ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ അവിടെ അനവധി ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല, സംസ്ഥാന നേതാക്കൾ അവിടെ വരും. എറണാകുളം വഴി കടന്നു പോകുന്ന മന്ത്രിമാരായാലും അല്ലാത്തവരായാലും ഈ ചാനലിന്റെ ഫ്ലോറിൽ വരാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമ സ്ഥാപനത്തിന്റെ ഫ്ലോറിൽ വരരുതെന്ന് പറയാൻ പറ്റില്ല, കാരണം വരണം, വരുന്നതാണല്ലോ ചാനലിന്റെ ഒരു ഇത്. അവിടെ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും മറ്റൊക്കെ വരാറൊക്കെ. സാറില്ലെങ്കിലും ഒരു പൊതുവെ ഒരു ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യമുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോഴേ അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉറപ്പായും അദ്ദേഹം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കും. വടകര കൊണ്ടിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കായിരുന്ന കൊള്ളാം, കാരണം വടകരയാണല്ലോ CPM-ന്റെ ഒരു വാട്ടർലോ. കൊല്ലണ്ടവരെ മുഴുവൻ വടകര കൊണ്ടായിരുന്നു. മറ്റേ പണ്ട് പി ജയരാജനെ കൊണ്ടിട്ട്, ഇപ്പൊ ശൈല ടീച്ചറെ കൊണ്ടിട്ട്, അത് അവിടെ ഇടാതിരുന്നാൽ മതി. പക്ഷെ സാധ്യതകളുണ്ട്. കണ്ണൂർ അല്ലെങ്കിൽ വടകര, ഇതേ ഉള്ളു. ഇപ്പൊ ഇത്രയും വലിയൊരു മാധ്യമ പ്രവർത്തകരായിട്ടും റിപ്പോർട്ടറിൽ ചേട്ടൻ പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നു അതിന്റെ ഉള്ളിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ? പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചർച്ചകളിലല്ല, ഫേസ്ബുക്കിലടക്കം പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. എന്റെ തന്നെ പല സഹപ്രവർത്തകരും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, റിപ്പോർട്ടറിനകത്ത് ശമ്പളം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കടക്കണിയിലാണ് എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സത്യമുണ്ട്? പൈസ കൊടുക്കാറില്ല. അതായത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ജൂനിയേഴ്സ് പിള്ളേരുണ്ട്, കുട്ടികൾ, അപ്പൊ ട്രെയിനീസ് ഒക്കെ. അപ്പൊ ഈ ട്രെയിനീസ് വന്ന് പറഞ്ഞു, അതിനകത്തൊരു ഒരു കുട്ടിയുണ്ട്, പേര് പറയുന്നില്ല, കുറച്ചാൾ ജന്മഭൂമിയിലൊക്കെ കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ നടത്തുകയാണ്, ഓൺലൈൻ സ്റ്റാഫാണ് ഇപ്പൊ. അപ്പൊ ആ കുട്ടി ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത്, അപ്പൊ കാരണം ഞാൻ ആണ് അവരുടെ സീനിയർ, എന്റെ അടുത്ത് വന്നിട്ടാണ് പരാതി പറയുന്നത്. ഈ ഉരുളി ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന പോലെയാണ് എന്റെ അവസ്ഥ. കാരണം എനിക്ക് തന്നെ ഇല്ല, അപ്പോഴാണ് എന്റെ അടുത്ത് വന്ന് പരാതി പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്, പുതിയതായിട്ട് വന്നതാണ്. കാരണം അവർക്ക് ഇത്രയും ശമ്പളം ഇല്ലാതെ എങ്ങനെയാണ് ഈ ചാനൽ ഇത്രയും നാൾ പിടിച്ചു നിന്നത്? അല്ല, ടെക്നീഷ്യന്മാരെയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? പുള്ളിക്കാരൻ ഇത് എങ്ങനെ മാനേജ് ചെയ്തു? ഇത് മാനേജ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്ര കടമാണ്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എല്ലാം കടത്തിൽ ഓടുക എന്നുള്ള നമുക്ക് ഒരു പ്രത്യേകത വേണം ഒരു മനുഷ്യന്. അതായത് ഇപ്പൊ നമ്മള് 10 രൂപ കടം ചോദിച്ചാൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ തന്നില്ലെന്ന് വരും. കാരണം നമുക്ക് തിരിച്ചു കൊടുക്കാൻ ആസ്തി ഉണ്ടെങ്കിൽ തന്നില്ലെന്ന് വരും. പക്ഷെ നമ്മുടെ ചില ആൾക്കാരുടെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അവരുടെ നാക്കുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1000 കോടി രൂപ വരെ കിട്ടും. അത് അവരുടെ നാക്കില് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ ഫീസ് ഊരിക്കൊണ്ട് പോയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാര്, മണ്ണെണ്ണ കൊടുക്കാതായിട്ടുണ്ട്, ഡീസൽ കൊടുക്കാതായിട്ടുണ്ട്, ജനറേറ്ററിന്റെ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്, ഇല്ലാതൊന്നും അല്ല. അപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊരു മിടുക്കി കൊച്ചുണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു, ജന്മഭൂമിയിലൊക്കെ കുറച്ചാളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യുന്നത്? കാരണം വെച്ചാൽ എനിക്കിപ്പം ഇങ്ങനെ എന്ത് പറയാനാ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നിങ്ങളൊന്ന് ഒരു പരാതി കൊടുക്കുക, അതാണല്ലോ ഇപ്പൊ നമുക്ക് ന്യായമായി ചെയ്യാനുള്ളൂ. സാലറി കിട്ടുന്നില്ലെങ്കിൽ പരാതി കൊടുക്കുക. പരാതിക്കായിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞതാണ്, അവിടെ പോലീസുകാർ ഒരു വലിയ ബുക്ക് എടുത്ത് വെച്ച് കൊടുത്തു എന്നാ പറഞ്ഞത്. കുട്ടി ഒരു കാര്യം ചെയ്യും, അതിൽ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിക്കോളാൻ. അപ്പൊ ഈ കുട്ടി വെച്ച് ഈ ബുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ സാലറി കിട്ടാനുള്ള അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും അതിനകത്തുള്ളത്. കുട്ടി എഴുതി വെച്ചു, എപ്പോഴെങ്കിലും കിട്ടുകയാണെ തരാം. അതായത് നികേഷ് കുമാറിന് സ്വന്തമായിട്ട് ഒരു പറ്റ് ബുക്ക് ഉണ്ടായിരുന്നു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കാരണം ഒന്ന്, അവിടെ ഒരു വരുമാനം വന്നുകൊണ്ട് ഇരുന്നതാണ്. ആ വരുമാനം നമ്മൾ എപ്പോഴും ഈ സ്ഥാപനത്തിന്റെ വരുമാനം എടുത്തിട്ട് മറ്റ് രീതികളിൽ ചെലവഴിക്കുക, ഇല്ലെങ്കിൽ അതിനെ ഒരു കണക്കും കാര്യങ്ങളും അക്കൗണ്ട് ഒന്നും ഇല്ലാതൊക്കെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതില് ഇടിവ് സംഭവിക്കും. കാരണം ഒരു ചാനൽ നടത്തിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ചേട്ടാ, ഞാൻ ഈ ഇതിനകത്തുള്ളത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. രാവിലെ നികേഷ് കുമാർ ചാനലിലേക്ക് കയറി വരുമ്പോ തന്നെ പുള്ളിക്കാരൻ ആദ്യത്തെ പടി മുതൽ കാണുന്നത് പുള്ളിക്കാരൻ കാശ് കൊടുക്കാനുള്ള കടക്കാരെയാണ് കാണുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ അവിടെ ഡീല് ചെയ്യാനായിട്ട് വലിയ എഫേർട്ട് എടുക്കും. എങ്ങനെ സത്യമാണ്? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഒരു മോഡലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ അങ്ങനെ കാണണം. കാരണം ഒരുപാട് കടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസിൽ പലപ്പോഴും പൈസ കടം കൊടുക്കാനുള്ളവരൊക്കെ അവിടെ വരാറൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞ് ഇവരെല്ലാം ഡീല് ചെയ്ത് കഴിഞ്ഞിട്ടും
ഒരു ഉറച്ച മനസ്സോടുകൂടി വാർത്ത അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം വരുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് അദ്ദേഹം മാറുക. ഒരുപക്ഷെ എനിക്കോ ധനുഷിനോ ഇല്ലെങ്കിൽ മറ്റാർക്കോ അത് കഴിയില്ല. കാരണം നമുക്കൊക്കെ ഒരു ചെറിയ ടെൻഷൻ പോലും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വലിയ ടെൻഷൻ താങ്ങിയിട്ട് കടം കൊടുക്കാനുള്ളവർ എന്തായാലും വന്നിട്ട് സ്നേഹിച്ച് രണ്ട് ഉമ്മയും കൊടുത്തിട്ടായിരിക്കത്തില്ലല്ലോ പോകുന്നത്. അവര് ഉം. അവരുടേതായ ഡയലോഗും കാര്യങ്ങളും അനുമതി പറയാം. അപ്പൊ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകും. ഈ ടെൻഷൻസ് എല്ലാം ഉള്ളപ്പോഴും സാർ ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിങ്ങിന് പങ്കെടുക്കും, ഞങ്ങളുമായിട്ടൊക്കെ ഉള്ള മീറ്റിങ്ങിന് ഉം. പങ്കെടുക്കും. ഉം. വൈകുന്നേരം ഡിബേറ്റിന് അദ്ദേഹം ഉണ്ടാകും. അപ്പോഴൊക്കെ ഉം. വളരെ കൂളായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതായത് എന്താ പറയുക, അതാണ് ഒരു ചങ്കൂറ്റം, ഒരു മനസ്സുറപ്പ് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു അല്ല, ഈ പ്രധാനപ്പെട്ട കടം കാര്യമാണ്. കാരണം കൊടുക്കാനുള്ളവരെ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത് പുള്ളി? അത് എന്തെങ്കിലും പ്രത്യേക അത് ഒരു അത് ശൈലി അത് ഉണ്ടോ പുള്ളി? അ- അ- അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. ഈ ചില ആ. ആളുകൾക്ക് ഈ നാക്കിന്റെ തുമ്പത്ത് ദേവി ഇല്ലെങ്കിൽ സരസ്വതി ദേവി പല രൂപത്തിൽ വിളയാടും, അങ്ങനെയാണ്. ഉം. 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 അപ്പൊ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് നമ്മൾ. ഈ കഥകള് രസകരമായ കഥകളാണ്, പക്ഷെ നമ്മളത് പറയുന്നത് ശരിയല്ല. കാരണം അത് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ഉം. ഇത് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത്രയും ടെൻഷനിൽ നിൽക്കും. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും തളർന്നു പോകുന്ന മനുഷ്യരാണ് നമ്മള്. പക്ഷെ അദ്ദേഹത്തെ പോലെ കോടികളുടെ ടെൻഷൻ, കടം നിൽക്കുമ്പോ ഈ ആളുകളൊക്കെ വന്ന് നിന്ന് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ കമ്പനിക്കാർ വരുമ്പോ, ഇതൊക്കെ ഈ ടെൻഷൻ നിൽക്കുമ്പോഴും കൂളായിട്ട് ആ സ്ഥാപനം നയിച്ചുകൊണ്ട് പോകാൻ, ഒന്നുമില്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടായാലും, അതുപോലെ പിന്നെ പുള്ളിയുടെ ഒരു വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, രാവിലെ 7 മണിയാകുമ്പോൾ അദ്ദേഹം ഈ രാവിലത്തെ മോർണിംഗ് ബുള്ളറ്റിന് താഴെ പോകുന്ന സ്ക്രോളുകൾ നോക്കും. സ്ക്രോളുകളിൽ ഉം. അക്ഷരത്തെറ്റുകൾ പുള്ളി കൃത്യമായിട്ട് നോക്കും. അത് പഴയ സീനിയേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ സ്ക്രോളിൽ അക്ഷരത്തെറ്റുണ്ടോ ഉം. എന്നുള്ളത്. അതൊക്കെ ഉം. കൃത്യമായിട്ട് നോക്കുമായിരുന്നു. വൈകുന്നേരം അദ്ദേഹം കൃത്യമായിട്ട് വന്നിട്ട് ഈ ഡിബേറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഉം. പിന്നെ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോകത്തൊരു മനുഷ്യനും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കടവും ഇപ്പോഴും എനിക്ക് രാവിലെ തൊട്ട് തോന്നുന്നു, ആ, അവിടെ ഇപ്പോഴും ശമ്പളം കിട്ടാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ ചേട്ടാ? ഉണ്ട് 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 ഉണ്ട്. ഇപ്പൊ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ട് കുറച്ച് പേരുടെ ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഉം. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് പുതിയ മാനേജ്മെന്റ് ആണ്. അവർക്ക് ഉം. ഈസി ആയിട്ട് കൈയൊഴിയാൻ പറ്റും. അവർ പറഞ്ഞത് പഴയ മാനേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റും. അങ്ങനെയാണ്. ആ ഉം. റിപ്പോർട്ടറിന്റെ ആ ഒരു പേരും പെരുമയൊക്കെ പോയി അതൊരു പൊളിറ്റിക്കൽ ആയി. പിന്നെ സാറിന് ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് സാറിന്റെ മൈൻഡ് മാറി. ടു ബി ഫ്രാങ്ക്, ഒരുപക്ഷെ വേറൊരു നാളെ കാര്യം ചോദിച്ചോട്ടെ? നമ്മളെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇവിടെയാണല്ലോ നമ്മുടെ അഭിലാഷ് മോഹനൻ വർക്ക് ചെയ്തിരുന്നത്. പുള്ളിക്കാരന് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു? സാറിന്റെ ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോഴും ഞാനൊരു കാര്യം പറയാം. സാറ് എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചാൽ ഉം. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ സംബന്ധിച്ച്, എനിക്ക് പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിനെ സംബന്ധിച്ച് ഉം. ഈ നമ്മൾ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നട്ടല്ലാണെന്ന് ഉം. തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുക തരുമായിരുന്നു. അതായത് നമുക്ക് ഉം. കൃത്യമായ ഒരു തുകയല്ല, എന്തെങ്കിലും ഒരു തുക. ഇപ്പം 1 രൂപയാണ് എന്റെ സാലറി എങ്കിൽ എനിക്കൊരു 25 പൈസ എങ്കിലും കൃത്യമായി തരും. കാരണം ഇത് നമ്മൾ അനിവാര്യമാണ്, കാരണം അത് ഓടിച്ചോണ്ട് പോകാൻ ഉം. എന്നുള്ളത് കൊണ്ട് തന്നെ. ഉം. പിന്നെ ഉം. പിന്നെ അവിടുന്ന് ആ സ്ഥാപനം വിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അവിടുന്ന് പോകേണ്ടി വന്നത്? പൈസ ഉണ്ടായിരുന്ന പോകത്തില്ലായിരുന്നു. ഉം. ഉം. അവരൊക്കെ പോകേണ്ടി വന്നത് വളരെ നിവൃത്തികേടുണ്ട് ആണ്. അവിടുന്ന് പോയവരെല്ലാവരും വിഷമിച്ച് തന്നെ പോയത്. കാരണം വെച്ചാൽ ആ സ്ഥാപനത്തെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നു. കാരണം ആ ഉം. സ്ഥാപനത്തിൽ എല്ലാവരും, ഞാനൊക്കെ ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ഒരു ഉം. ഒറ്റക്കെട്ടായിട്ട് ഒരു സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ നമ്മുടെ പറ്റിയിരുന്നു. പക്ഷെ ഉം. ഈ പൈസ ഇല്ല എന്നും എന്താ പറയുന്നത്, എല്ലാ ദിവസവും ഈ കുട്ടികളുടേതായാലും സീനിയേഴ്സിന്റേതായാലും ഈ പ്രാരാബ്ദം പറച്ചിലല്ലാതെ പുതിയതായിട്ടൊന്നും ആ സ്ഥാപനത്തിൽ. ഇപ്പൊ നമ്മൾ പരസ്പരം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉം. കാണുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളും കഥകളും കാണും. പക്ഷെ എപ്പോഴും ഉം. പ്രാരാബ്ദം പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം, ഞാൻ റിപ്പോർട്ടർ പറഞ്ഞു, ഞാനിപ്പോ അനവധി മാധ്യമ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോ ഉം. കണ്ടാലും പൈസ ഉണ്ടോ, ഇല്ല പൈസ ഇല്ല, 10 രൂപ എടുക്കാനുണ്ടോ, എപ്പോഴും സാമ്പത്തികം. കാരണം വെച്ചാൽ അതേപോലത്തെ സാമ്പത്തികമായി തകർന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അത് മാത്രമല്ല, സാറിന് ഒരുപാട് എങ്ങനെയാ ചേട്ടാ കേസുകളുണ്ട്. ഈ കാരണം പുള്ളിക്കാരൻ ഇത്രയും വലിയ സാമ്പത്തിക കടക്കെണിയിൽ പെട്ടത്? പുള്ളിക്കാരൻ എന്തായിരുന്നു ബാധ്യത? ഇത് പല രീതിയിൽ പലതും പറയുന്നുണ്ട്. ഒരുപക്ഷെ പുള്ളി എവിടെയെങ്കിലും അത് വേറൊരു അസറ്റായിട്ട് മാറ്റിയിട്ടുണ്ടാകാം. ഉം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ധനുഷ, ഒരു ചാനലൊക്കെ വർക്ക് ചെയ്ത് റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ മിനിമം ഒരു മാസം 80 ലക്ഷം രൂപയോളം മിനിമം വേണം, ഉം. അത്യാവശ്യം. ഇതിന്റെ ബാൻഡ്വിഡ്ത്തിന് പൈസ കൊടുക്കണം, റെന്റ് കൊടുക്കണം, കറണ്ട് ചാർജ് കൊടുക്കണം, ഈ വണ്ടി ഓടുന്നതിന് കൊടുക്കണം, ബ്യൂറോയ്ക്ക് കൊടുക്കണം. ഇതൊക്കെ ഇത് ചെറിയ തുകയൊന്നും അല്ല. ഇത് നമ്മുടെ ഉം. കേരളം എന്ന് പറഞ്ഞ ഇട്ടാവട്ടം കണക്കൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ നിലവിൽ 10 ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുണ്ട്. ഈ 10 ചാനലിൽ ഉം. ഭീമയും ആലുക്കാസും ഒക്കെ തന്നെ പരസ്യം കൊടുക്കണ്ടേ? ആകെ 3.5 കോടി ജനമാണ് ആകെ കാണുന്നത്. അപ്പൊ അവര് കൊടുക്കുന്ന പരസ്യത്തിന്റെ ഒരു ഓഹരിയാണ് കിട്ടുന്നത്. നമ്മൾ ഈ പറയുന്ന കണക്ക് ചാനൽ വ്യവസായം വലിയ ലാഭത്തിലൊന്നുമില്ല. ചിലപ്പം ഒരു ചാനൽ എങ്ങാണ്ടാണ് എന്റെ അറിവില് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതെ പോകുന്നത്. അത് ആ ചാനൽ ഇവിടെ മാത്രമായതുകൊണ്ടല്ല, ആ ചാനൽ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായതുകൊണ്ട്
ആണ്, അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ അറിയാം. അത് മാത്രമേ ഉള്ളൂ സാമ്പത്തിക തീർച്ചയായിട്ടും. ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന ന്യൂസ് ചാനലുകളൊന്നും. ബാക്കിയുള്ളതെല്ലാം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ പോകുന്നത്. നികേഷ് സാറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന പൈസകൾ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു ജേർണലിസ്റ്റ്, ഇടതുപക്ഷം അധികാരത്തിൽ കയറിയിട്ട് പോലും സാധാരണ കൈരളിയൊക്കെ രക്ഷപ്പെടുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ കയറുമ്പോഴാണ്. അപ്പോഴാണ് അവർ ഈ ഉം, കടക്കാരുടെ അടുത്തു നിന്നൊക്കെ ഈ പരസ്യങ്ങൾ മേടിക്കുന്നത്, ഉം, തുണിക്കടക്കാരുടെ നിന്നും സ്വർണ്ണക്കടക്കാരുടെ നിന്നൊക്കെ. ഉം, കാരണം ഈ അവരുടെ ഭരണകാലത്ത് പുഷ്കര കാലമാണ്, വാർത്ത കാണത്തില്ല, പരസ്യകാലമാണ് ഉം, അവർക്ക്. അവർക്ക് ഉം, വാർത്ത വരുന്നത്, കൈരളിക്ക് വാർത്ത വരുന്ന കാലം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതിപക്ഷത്തായിരിക്കണം. ഉം. അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ കൈരളിക്ക് പൊതുവെ വാർത്ത കുറവാണ്, പരസ്യങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ അപ്പം വേറൊരു കാര്യം, എങ്ങനെയാ ഈ നികേഷ് കുമാറിന്റെ, ചേട്ടൻ അവിടെ വർക്ക് ചെയ്തോണ്ട് ചോദിക്കും, എങ്ങനെയാ പുള്ളിക്കാരന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 24 ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 24 ന്യൂസിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് SKN ആണ്. പുള്ളി രാവിലെ 5 മണിയാകുമ്പോൾ പണി തുടങ്ങി രാത്രി 12 മണിക്ക് പണി നിർത്തുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരൻ 24 മണിക്കൂറും കാണുമോ എല്ലാ ചുമതലകളും? ഒരാൾ ഇപ്പൊ സാലറി ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ചില ദിവസങ്ങളിൽ ഒരാളും കാണാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഒരു അച്ചടക്കം ആ സ്ഥാപനത്തിനകത്ത് വരാൻ സാധ്യതയില്ല. എല്ലാവരും ഒന്ന് വന്ന് പണിയെടുക്കും എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല, സാലറി എന്നാലേ പണിയെടുക്കും എന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ആരും ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ ഒറ്റയ്ക്കൊക്കെ ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഈ ചാനൽ മാനേജ് ചെയ്യുന്ന സാഹചര്യം ഇല്ല, ഉണ്ടായിട്ടുണ്ട്. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇല്ല, അദ്ദേഹം ഒറ്റയ്ക്ക് വർക്ക് ഇട്ടില്ല. അവിടെ 3 പേരൊക്കെ ഉണ്ട്. സാധാരണ നമുക്കൊരു ഷിഫ്റ്റില് ഡെസ്കില് മിനിമം ഒരു 15 പേരെങ്കിലും ഉണ്ടായെങ്കിൽ കൊണ്ടുപോകും. 3 പേരെ കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഞാൻ വെളുപ്പിന്, കാരണം ഞാനൊരു സീനിയർ ജേർണലിസ്റ്റ് ആണ്, ഉം, ന്യൂസ് എഡിറ്റർ ആണ്. അപ്പൊ എനിക്ക് ഈ കൊച്ചു ഉം, വെളുപ്പാൻ കാലത്തെ ഷിഫ്റ്റിന് പോകേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഉം, അദ്ദേഹത്തോടുള്ള സ്നേഹം എനിക്ക് അതൊരു എന്റെ ഒരു പാഷനാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഉം, സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ 5 മണിയുടെ ഷിഫ്റ്റിന് ഞാൻ പോകും. ഉം, അപ്പൊ പോകുമ്പോ 2 കൊച്ചു കുട്ടികളെ കാണത്തുള്ളൂ, ഈ ട്രെയിനീസ് കുട്ടികൾ. ഉം, ആകെ മൂന്ന് ഉം. പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 20 പേര് അല്ലെങ്കിൽ 15 പേര് ഓടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഡെസ്കിൽ 3 പേര് ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ കപ്പാസിറ്റി അത്രത്തോളം വരാൻ കാരണം തന്നെ ആഹ്, ആ ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒന്ന് ടിക്കർ അടിക്കണം. ടിക്കർ അടിക്കാൻ വെച്ചാൽ നമ്മൾ ഈ ഫ്ലാഷ് കൊടുക്കണം, സ്ക്രോൾ ചെയ്യണം, ഇത് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PCR പോയിട്ട് ബാക്കിയുള്ള ലിവർ അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം PCR കാരന് ശമ്പളം ഇല്ലാത്തതുകൊണ്ട് അവൻ വരത്തില്ല, അവന് തോന്നിയ കണക്കേ വരത്തുള്ളൂ. അത് പോയി വലിച്ചു വെക്കണം, ഇതെല്ലാം കഴിയണം. പോയിട്ട് അപ്പോഴത്തേനും റീഡ് ചെയ്യേണ്ടവൻ വരും, റീഡ് ചെയ്യേണ്ടവൻ വരുമ്പോൾ റൺ ഡൗൺ തയ്യാറാക്കണം. ഇത് ഒരു എന്താ പറയുന്നത്, ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ ഇതങ്ങ് ചെയ്ത് ഈ ബാലേന്ദ്രമേനോന്റെ കണക്ക് ആയി വരും. പിന്നെ ഇതുള്ളത് 2 കുട്ടികളാണ്. ഈ കുട്ടികളുടെ അടുത്ത് നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ടെക്നിക്കൽ വേർഡുകൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാകത്തില്ല. പുതിയതായിട്ട് വന്ന ട്രെയിനീസ് ആണ്. ഇപ്പൊ അവരുടെ അടുത്ത് അതെ അത് അതെ. ചെയ്യില്ലെങ്കിൽ PCR പോയിട്ട് അത് നോക്കുന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കും. അപ്പൊ നമുക്കൊന്നും വഴക്ക് പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല, കാരണം ഇവർക്ക് അറിയില്ലല്ലോ സാധനം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ സാറ് പിന്നെ എന്താ പറയുക, ഒന്നും തരാതിരുന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ തരും. പക്ഷെ സാറ് തരുന്നത് കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം വിടേണ്ടി വന്നത്. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് അദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. അവിടെ വർക്ക് ചെയ്ത ഇപ്പോ ഈ നേരത്തെ ധനുഷ് പറഞ്ഞവർ ഉൾപ്പെടെ ഈ പേരുകാരെല്ലാരും തന്നെ കട്ട കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. കട്ട കമ്മികൾ നമ്മൾ പറയുന്നത് കട്ട കമ്മികൾ തന്നെയാണ്. ഇവിടെ നിഷ്പക്ഷം ഒരു മാധ്യമപ്രവർത്തകരൊന്നും കേരളത്തിൽ ആരുമില്ല. ഏതെങ്കിലും ഒരു നിഷ്പക്ഷ മാധ്യമപ്രവർത്തകന്റെ പേര് ധനുഷ് എന്ന് പറഞ്ഞു, ഒരാളുടെ പേര് പറ. ആരുമില്ല. ഒരുപക്ഷെ നീല സാറിന്റെ പേരൊക്കെ പറയാൻ പറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പേര് നീലൻ പറയാൻ സാറും പറ്റുമായിരിക്കും. നീലൻ സാറും പല സമയത്തായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വ് പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആണ് പുള്ളി. ചായവുള്ളവര് അല്ലേ? ഇവരെല്ലാരും ആ, കമ്മ്യൂണിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടികൾ മുഴുവൻ പഠിച്ചോണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ SFIക്കാരാണ്. അതിന് ശേഷം ഒരു അതെ അതെ. ജേർണലിസം പഠിക്കുമ്പോൾ SFIക്കാർ. ഈ SFIയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മറ്റ് വിദ്യാർത്ഥി സംഘടന പോലെയല്ല SFI. എപ്പോഴും ഈ ഈ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് ആക്റ്റീവ് പറയുമ്പോ ആയിരിക്കും. എന്റെ 2 3 സുഹൃത്തുക്കൾ അതിനകത്ത്, ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോ പല ആൾക്കാരും ഇവരോട് ചോദിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടർമാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പല ആൾക്കാരും ഇവരോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവിടെ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവര്, ചേട്ടാ ഈ പറഞ്ഞ പോലെ, ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് ചോരത്തിളപ്പ്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചോരത്തിളപ്പ്. രണ്ടാമത്തെ കാര്യം നികേഷ് സാറിനോടുള്ള ആത്മാർത്ഥത. അതാണ് അവര് അവിടെ ജോലി ഇനി ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ധനുഷ് കാരണം. ഇപ്പൊ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കഥ പറയാം. കഥയെല്ലാം നടന്ന ആ, സംഭവമാണ്, പേരും നാളൊന്നും ഞാൻ ആ, പറയുന്നില്ല. ഈ ഓക്കെ. അവിടുത്തെ ഒരു ചൊല്ലുണ്ട്, ഈ നികേഷ് സാറിനോട് ചോദിച്ചിട്ട് ആരും റിസൈൻ ഉം, ചെയ്യരുതെന്ന് പറയും. കാരണം ഉം, റിസൈൻ ചെയ്യുന്ന കാര്യം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവൻ പെട്ടു. കാരണം സാറിന്റെ ഈ ഡയലോഗിൽ അവൻ പെട്ടുപോകും. അങ്ങനെ അവിടുത്തെ ഉം, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോൾ സജീവമായി തന്നെ ഈ മേഖലയിലുണ്ട്. അപ്പൊ ഉം, ആ മാധ്യമ പ്രവർത്തകൻ പൈസ ഇല്ല, വൈഫുണ്ട്, കുട്ടികളുണ്ട്, അപ്പൊ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആണ്, എങ്ങനെങ്കിലും വിടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഉം, നികേഷ് സാറിനോട് ചെന്നിട്ട് ഉം, യാത്ര പറഞ്ഞു. സാറേ, ഇത് കണക്ക് ഞാൻ റിസൈൻ ചെയ്യാൻ
ആഗ്രഹിക്കുന്നു ഉം, എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം കുറച്ച് സെന്റ് ഡയലോഗൊക്കെ അടിച്ചു. അപ്പൊ ഈ പോയ ആള് കുറെ ദുർബല ഹൃദയനാണ്. ഉം, ഉം, അപ്പോ ഉം, വരൂ, വൈകിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം എന്ന് പറഞ്ഞു. ഉം, അങ്ങനെ ഈ വ്യക്തി തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. ഉം, പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി ഒരു ഹോട്ടലിൽ കയറി. ഉം, ഹോട്ടലിൽ കയറിയിട്ട് ചായയും ബോണ്ടയോ അങ്ങനെ എന്തോ ഒരു സ്നാക്സും കൂടി വാങ്ങി ഉം, കഴിച്ചു. ഉം, വലിയ ഹോട്ടലാ, സ്റ്റാർ ഹോട്ടലാ. അപ്പൊ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സാറ് പതുക്കെ പോക്കറ്റ് തപ്പിട്ട് പറഞ്ഞു, ഉം, അയ്യോ പേഴ്സ് എടുത്തിട്ടില്ല. ഇത് സാറിന്റെ സ്ഥിരം നമ്പർ ആണെന്നാണ് അവിടെ പലരും പറയുന്നത്. പേഴ്സ് എടുത്തിട്ടില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഇയാൾ ആ പൈസ കൊടുത്തേക്കൂ. അപ്പോഴത്തേനും ഉം. ഇയാൾ ഏതാണ്ട് ഈ ഇതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ ഫ്ലാറ്റായി. ആ. ഞാൻ ഫ്ലാറ്റായി. അപ്പം പുള്ളി രാജിവെക്കാൻ പോയവൻ സ്വന്തം ഉം. കീശയിൽ നിന്ന് പൈസ മുടക്കി ചായ പുള്ളിക്ക് ഓണർക്ക് മേടിച്ചു കൊടുത്ത് വീണ്ടും അവിടെ തുടരുന്ന അവസ്ഥ എന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് പുള്ളി? എന്നിട്ട് ഈ വ്യക്തി എന്നോട് പറഞ്ഞത് ഇതാണ്, ഉം. രാജിവെക്കുകയാണെങ്കിൽ ഒരിക്കലും സാറിനോട് ഉം. പറയാൻ നിൽക്കരുത്, എസ്കേപ്പ് ചെയ്തോണം. ഇപ്പം ഇറങ്ങി ഒരു ഓടിക്കോണം. പ്രമുഖ ചാനലിലെ ഈ ഒരു പ്രമുഖ ചാനലിലെ അവതാരനുണ്ട് ഇപ്പം. അദ്ദേഹവും ഉം. ഇതേപോലെ യാത്ര പറയാൻ നിന്നില്ല. ഉം. അദ്ദേഹം ഇറങ്ങി ഓടുകയായിരുന്നു. അദ്ദേഹം ഒരു ഉം. ചാനലുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോഴും ഉം. അവതാരകനാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട അവതാരകൻ. അദ്ദേഹം, ഞാൻ യാത്ര പറഞ്ഞില്ല, ഞാൻ അവിടുന്ന് പോവുകയാണ്. ഉം. അതായത് ഈ യാത്ര പറയാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഉണ്ടായ ഒരു മാധ്യമപ്രവർത്തന അനുഭവമാണ്. പിന്നീട് ആ ഉം. മാധ്യമപ്രവർത്തകൻ എന്ത് ചെയ്തെന്നറിയാവോ? അദ്ദേഹം ഉം. ഒരു യാത്ര പോലും പറയാതെ ഒരു ഉം. സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടുകയാണ്. അദ്ദേഹം ഇന്ന് നല്ല ഒരു ചാനലില് ഒരു പ്രധാനപ്പെട്ട അവതാരകൻ തന്നെയാണ്. അത് ഞാൻ ഉം. പറഞ്ഞതാ, സാറിനോട് ഉം. സ്നേഹമുണ്ട്, സ്നേഹക്കുറവൊന്നുമില്ല. ഉം. സാറിന്റെ കീഴിൽ ഉം. വർക്ക് ചെയ്യുന്നുണ്ട്, അഭിമാനമുണ്ട്. സാർ ഉം. തലയെടുപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉം. അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ സാറ് കുറേയധികം സാമ്പത്തിക വിഷയങ്ങൾ, പിന്നെ പൊളിറ്റിക്സ് ഉം. വിഷയങ്ങൾ. ഇനിയിപ്പോ സാറിന് ഉള്ളതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ്, ഞാനതിനെ വനവാസം എന്നാ പറയുന്നത്, രാഷ്ട്രീയ വനവാസം. ഉം. സാറ് പോകുന്നത് ഉം. രാഷ്ട്രീയ വനവാസത്തിനാണ്. 2026 ചിലപ്പോൾ ധർമ്മടത്തോ ഇല്ലെങ്കിൽ തളിപ്പറമ്പിലോ എവിടെയെങ്കിലും നിന്നിട്ട് മത്സരിക്കാം. ഒരുപക്ഷെ അല്ല, അവിടെ അപ്പൊ തോറ്റു വേറൊരു കാര്യം പോയാലും ഞാൻ ചോദിക്കട്ടെ. 2016 പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് പിന്നെ പുള്ളിക്കാരൻ തിരിച്ചു വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. താടിയൊക്കെ വളർത്തി ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ ഞാൻ നോക്കിയപ്പോ താടിയൊക്കെ വളർത്തി മറ്റേ ശബരിമലയ്ക്ക് പോകാനൊക്കെ പോകുന്ന ഒരു സന്യാസിയെ പോലെ പുള്ളിക്കാരൻ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പുതിയ ഒരു പരിപാടിയൊക്കെ തുടങ്ങി. എന്റെ ചോര തിളയ്ക്കുന്നു എന്ന് പറഞ്ഞ ഒരു പരിപാടിയൊക്കെ തുടങ്ങി പുള്ളിക്കാരൻ അതിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരന് ടു ബി ഫ്രാങ്ക് നാണം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ്. അഴീക്കോട് നമ്മുടെ കെ എം ഷാജിയുടെ കൂടെ നിന്ന് തോറ്റു, കിണറിലൊക്കെ ഇറങ്ങി വലിയ ഷോ ഒക്കെ കാണിച്ചതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് പുള്ളിക്കാരന്റെ ഉദ്ദേശം? പക്ഷെ അടുത്ത അതിനുശേഷം പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരന്റെ ഒരു വലിയൊരു ഇരയായിരുന്നു ദിലീപ്. ദിലീപിനെ കൊണ്ട് കുറെ കാലം ആ ചാനൽ പുള്ളിക്കാരനെ ഓട്ടിച്ചു. ദിലീപ് പോലും ദിലീപ്, മറന്നുപോയ പല വിഷയങ്ങളും പുള്ളിക്കാരനെടുത്ത് മുമ്പോട്ടിട്ടു. അതായത് ഈ ഗർഭാപ്പസി എപ്പോഴും ആകാം, എവിടെ ഗർഭാപ്പസിയാകും. അതിപ്പം ഒരു മതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം, രാഷ്ട്രീയത്തിൽ പോയാൽ തിരിച്ചു വരാം, എല്ലാത്തിലും നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റും. ഗർഭാപ്പസിയാക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുശേഷം വന്നിട്ട് പുള്ളി നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്നിപ്പം ഇപ്പൊ ഞാൻ പറയുന്നു, ഞാനൊരു നിഷ്പക്ഷനാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം പ്രത്യേകിച്ച് എനിക്കെതിരെ പ്രത്യക്ഷമായിട്ട് ഞാൻ ഈ പറയുന്നതിനെ ഖണ്ഡിക്കാനായിട്ട് വേറെ തെളിവുകളൊന്നുമില്ല. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമല്ല, എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്നതും പറയാം, നിങ്ങൾ നിഷ്പക്ഷനല്ല, നിങ്ങളുടെ വാർത്തയിലൊക്കെ വേറെ വാർത്തയിലല്ലേ ഉള്ളൂ, ഞാൻ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം വേറൊരു പ്രസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിയാണ്, ഇലക്ഷൻ മത്സരിച്ചൊരു വ്യക്തിയാണ്, അങ്ങനെ ഒരു വ്യക്തിയാണ്. പിന്നെ നികേഷ് സാറൊക്കെ റിട്ടയർഡ് ആകേണ്ട കാലമൊക്കെ നേരത്തെ കഴിഞ്ഞു. കാരണം ചേട്ടാ, പിന്നെ ആ വേറൊരു ഒരു കാര്യം തരം ഞാൻ മാധ്യമ ചോദിക്കണമെന്ന് വിചാരിച്ചത്, പല പ്രേക്ഷകർക്കും ഇത് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോ താഴെ കമന്റ് വരാൻ സാധ്യതയുണ്ട്. അപർണ സെൻ അവസാന ഘട്ടം വരെ നികേഷ് കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപർണ സെൻ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി പുതിയ മാനേജ്മെന്റ് വന്നപ്പോ പുള്ളിക്കാരി രാജിവെച്ച് പോകുന്നതാണ് കണ്ടത്. എന്താ അർഹമായിട്ടുള്ള പരിഗണന പുള്ളിക്കാരിക്ക് കിട്ടാത്തത് കൊണ്ടാണോ അല്ല, പുള്ളിക്കാരി? പുതിയ മാനേജ്മെന്റ് വന്നപ്പോഴത്തേനും അവര് ഈ നികേഷ് സാറിന്റെ കൂടെ നിന്ന് കുറെ പേരെയൊക്കെ അവരങ്ങ് മാറ്റി. കാരണം പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർ നല്ല എമൗണ്ട് ഉം. കൊടുത്തിട്ടാണ് പലരെ അതിൽ വെച്ചിരിക്കുന്നത്. എന്റെ അറിവ് ഉം. ശരിയാണെന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് പൈസ കൊടുത്തിട്ട് എത്രയാണോ, അതെ, അതെ. കോടികളോ ലക്ഷങ്ങളോ ഒക്കെ മുൻകൂർ കൊടുത്തിട്ടാണ് പലരെയും വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് അപർണ സെന്നിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉം. നികേഷ് സാറിനോട് തന്നെ പറഞ്ഞു വിടാനായിട്ട് അവരൊരു കാലാവധി വെച്ചിരുന്നു. എത്ര കോടി രൂപയുണ്ട് ഉം. സാറിന്റെ സെറ്റിൽമെന്റ് ഉണ്ട്. ആ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് സാറിനെ തന്നെ പറഞ്ഞു വിടാൻ ഇരുന്ന സമയത്താണ് അപർണ സെന്നിനെ ഉം. പുതിയ മാനേജ്മെന്റ് പരിഗണിക്കാതിരുന്നത്. കാരണം ഇപ്പൊ ഞാനിപ്പോ ഒരു ചാനല് വിലക്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടമാണ് അവിടെ ആര് വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണ്ട ഉം. എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ആ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അവരെടുത്തൊരു നടപടിയാണ്. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. പുതിയ ഉം. മാനേജ്മെന്റ് വരുമ്പോൾ മാനേജ്മെന്റ് വേണ്ട, നല്ലൊരു HR മാനേജർ വന്നാൽ തന്നെ ഒരു ഉം. സ്ഥാപനത്തിലെ പലരും പണി തീരും.
പണി പുറത്തു പോകും. ഉം, നല്ലൊരു HR ഉം. മാനേജറാണ് വരുന്നതെങ്കിൽ. ഇനി പുതിയൊരു MD വന്ന് നോക്കട്ടെ ഒരു സ്ഥാപനത്തിന്റെ, പലരും പുറത്തു പോകും. അപ്പൊ സ്വാഭാവികമാണ്, അതിനകത്ത് നമുക്ക് വേറെ പൊളിറ്റിക്സ് ഒന്നും കാണേണ്ട കാര്യമില്ല. ഒരു മാനേജ്മെന്റ് മാറുമ്പോൾ കുറച്ചുപേരെ മാറ്റാറുണ്ട്, സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണ്. പക്ഷെ അന്ന് കമ്മി കുട്ടന്മാരുടെ ഒക്കെ വലിയ പിന്തുണ അപർണ സെന്നിന് ഉണ്ടായിരുന്നു. പരിണിത പ്രജ്ഞയായിട്ടുള്ള ധീരയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയെ എടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞു. അപർണ ഇപ്പൊ ഓൺലൈനിലാണ് നടത്തണമെന്ന് തോന്നുന്നു. ആ അവരുടെ ഓൺലൈന്റെ എല്ലാ പേരൊന്നും ഇട പറയണ്ട, നമുക്ക് വെറുതെ എന്തിനാ അതിനെ പ്രചാരണം കൊടുക്കുന്നത്. അല്ല, എനിക്ക് ആ പേരറിയത്തില്ല, ഞാൻ ഇവിടെ കണ്ടതാ, ഞാൻ ആ പേരറിയത്തില്ല. അത് മൊത്തം ഇടതുപക്ഷ ചിന്ത. ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാരും ഇടതുപക്ഷക്കാരാണ് സത്യത്തിൽ. ഉം, പിന്നെ ഒരു ഇടതുപക്ഷ ഓഫീസ് പോലെയാണ്, ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് പോലൊക്കെ തന്നെയാണ് ആ ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഉം, പറഞ്ഞില്ല, എന്റെ അറിവിൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളായിരുന്നു വലതുപക്ഷ ചിന്താഗതിക്കാർ. അതിൽ ഒരാൾ ഇപ്പൊ 24-ലുണ്ട്, ഒന്ന് ഞാനായിരുന്നു, രണ്ടുപേരെ ഉള്ളായിരുന്നു. ഞങ്ങൾ തമ്മിലായിരുന്നു ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും അത്രയ്ക്ക് കടുത്ത കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും, അതായത് കൊച്ചു പിള്ളേർ, പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഉൾപ്പെടെ. പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോഴാണ് ഈ എന്താ പറയുന്നത്, ദാരിദ്ര്യം എന്തെന്നൊക്കെ അറിയുന്നത് ഈ ചാനലിൽ വന്നതിന് ശേഷം. ഇവര് മുദ്രാവാക്യം അതുവരെ വിളിച്ചിട്ടുണ്ടല്ലോ. ഈ വാക്കുകളിലും മുദ്രാവാക്യങ്ങളിലും മാത്രമേ ഉള്ളൂ ആ ദാരിദ്ര്യവും വിപ്ലവവും എല്ലാം. ഇവിടെ ആ ആ, വരുമ്പോ കറക്റ്റ് ആയിട്ട് ദാരിദ്ര്യം. അറിയും ഇത് എന്താണ് ഇവിടെ ഇവിടെ വിശപ്പെന്നും വന്നപ്പോഴാണ് എന്താണ് ദാരിദ്ര്യം. അല്ലല്ല, ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് ഈ ബൂർഷായിസം, അതുപോലെ ഉം. ഫാസിസം, പട്ടിണി, ഉം. ഇതൊക്കെ ഇവർക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ടാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ വിപ്ലവം എന്ന് പറയുന്നത് വിളിക്കാൻ കൊള്ളാവുന്ന ഒരു മുദ്രാവാക്യമാണ്. ഈ വിപ്ലവം അതെ, അത് പറയുന്ന പുഴുങ്ങി തിന്നാ വിശപ്പ് നേതാക്കന്മാരുടെ മാറില്ല. അതന്നല്ല, അത് പറയുന്ന നേതാക്കളുടെ സ്ഥാപനത്തിൽ പോലും നേരെ അത് നടക്കാറില്ല എന്നുള്ളത് അവർക്ക് ഉം. മനസ്സിലായി. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്, യാതൊരു ഉം. തെറ്റുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. കാരണം ഇതൊരു പുതിയ മാധ്യമ രംഗമാണ് ഇനി പുതിയതായിട്ട് വരുന്നത്. അത് എനിക്ക് ഉം. തോന്നുന്നത് അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ ചാനൽ മുറികളിലെ വൈകുന്നേരം ഈ അന്തിച്ചർച്ചയുണ്ടല്ലോ, ഉം. 3-4 പേര്, അതിന്റെ കാലഘട്ടം കഴിയാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ TV കാണുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഉം. പിന്നെ ഉം. എന്താണ് പറയുന്നത്, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ചുമ്മാ ശരിക്കും പറയുമ്പോ അത് കാണുമ്പോൾ ഒരു എന്തോ ആ ചർച്ചകൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. മാധ്യമരംഗം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പൊ. അതായത് ഉം. മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറി മാറി വരണം. എന്തായാലും നികേഷ് സാറ് നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. ഒരുപക്ഷെ പറ്റിയേക്കുമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അദ്ദേഹം ഉം. ജയിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് പറയാൻ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ഒരു അതെന്നാ കാര്യം സംസാരം, ഉറപ്പുണ്ട്. അതെന്നാ സംസാരം. ഒരു അല്ല അത് പുള്ളിക്കാരൻ ഒരു ഐശ്വര്യമായിട്ട് ഒരു സ്ഥാനത്തിലോട്ട് ഇറങ്ങുമ്പോ പുള്ളിക്കാരൻ ജയിച്ചു വന്ന ഒരാൾക്കെങ്കിലും പ്രയോജനം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അല്ലെ, സേവിക്കാനല്ലേ ചേട്ടാ പുള്ളിക്കാരൻ പോകുന്നത്. അല്ല അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴും ഈ ശമ്പളം കിട്ടാത്ത ഒരുപാട് ആ പിള്ളേരുടെ വാക്കുകളിലെ ആത്മാവുകൾ ആ ആ, വാക്കുകളിലെ ആ, അതെ, ആ വാക്കുകളിലെ ഇടർച്ചയിലുണ്ട് ഒരുപാട് താങ്കൾ പറയാതെ വിഴുങ്ങിയ ഒരുപാട് കഥകൾ. ഒരുപാട് ആ ഒരുപാട് വാക്കുകളൊക്കെ. കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഒരു ഉം. രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കിണറിൽ അതെ. ഇറങ്ങിയ ഒരു നേതാവാണ്. ഉം. അതുകൊണ്ട് ഉം. ഇനി കിണറിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങട്ടെ പതുക്കെ എനിക്ക് എന്നാണ് തോന്നുന്നു എനിക്ക് ബിചേട്ടാ, ആശംസിക്കാൻ. എനിക്ക് തോന്നുന്നു ബിചേട്ടന്റെ പല കാര്യങ്ങളും ബിചേട്ടൻ പറയുമ്പോഴും ബിചേട്ടൻ ഒരു പിടുത്തമുണ്ട്. ബിചേട്ടന് കാര്യങ്ങൾ അറിയാം, പക്ഷെ ബിചേട്ടൻ അത് തുറന്നു പറയാൻ ഒരു പിടുത്തം. എനിക്ക് തോന്നുന്നു പണ്ട് നികേഷ് കുമാറിന്റെ ഒരു ചായയുടെ പൈസ ബിചേട്ടനും കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല 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 ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു, അങ്ങനൊന്നും ഇല്ലായിരുന്നു. നല്ല ഉം. സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഉം. ധനുഷ്, നമ്മളെ ഈ രണ്ട് രീതിയിലുണ്ട് ബന്ധങ്ങൾ. ഇപ്പം ഉം. ഉം. സ്നേഹബന്ധം എന്ന് പറഞ്ഞൊരു ബന്ധമുണ്ട്. അത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമുള്ള ഒരു ബന്ധമാണ് ആ സ്നേഹബന്ധം. അല്ലാതെ ഉം. അദ്ദേഹത്തെ ഞാനൊരു ശത്രുവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഒരു ശത്രുവായിട്ടോ ഒന്നും കാണുന്ന വ്യക്തി. അതെ, എനിക്ക് ഒരുപാട് സൗഹൃദം വേറെ, ബഹുമാനവും രാഷ്ട്രീയം വേറെ. ആ പക്ഷെ എനിക്ക് വേറൊരു അദ്ദേഹത്തെ കാര്യം ഒരുപാട് പറയട്ടെ കേട്ടോ, അത് നിങ്ങളുടെ ബഹുമാനമുണ്ട്. കാലത്തൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്റെ കാലത്ത് വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ഒരു വലതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പൊളിറ്റിക്കലി യവന്മാര് സൗഹൃദവും പൊളിറ്റിക്സും കൂടെ യവന്മാര് കൂട്ടിക്കലർത്തിക്കളയും. സൗഹൃദം ഇപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഒരു ഇടതുപക്ഷ അനുഭാവം, എനിക്ക് ഇഷ്ടംപോലെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ബിചേട്ടൻ കഴിഞ്ഞാൽ അതറിയാലോ, ഒരുപാട് പേരുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അൾട്രാ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാരുണ്ട്. വളരെ നല്ല സൗഹൃദമാണ്, ഞാൻ അങ്ങോട്ട് വളരെ മികച്ച രീതിയാണ്. പക്ഷെ പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് തിരിച്ച് പെരുമാറുന്നത് അത്തരത്തിലല്ല. ഓ, അവൻ ഒരു വലതുപക്ഷ രാഷ്ട്രീയം പേർന്ന ഒരുത്തനാണ്. പല അല്ല, കാര്യങ്ങളിലും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിരിക്കും. പക്ഷെ നികേഷ് സാറൊക്കെ എന്നെ സംഘിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ സംഖ്യല്ലേ, അവൻ പിന്നെ അങ്ങനല്ലേ അത് പറയൂ എന്ന് പുള്ളി തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്. തമാശ കാര്യമായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞത്, അതിനകത്തൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്തായിരുന്നാലും എനിക്ക് അങ്ങനെ തോന്നുന്നു പിന്നെ അദ്ദേഹം വിളിച്ചതെന്നുള്ള ഒരു മധുര പ്രതികാരമാകട്ടെ ഈ വീഡിയോ.
പിന്നെ അത് മാത്രമല്ല സാറ് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പിണറായി വിജയനുമായിട്ട് നല്ല ടേംസ്. അദ്ദേഹം ഈ പിണറായി വിജയൻ എറണാകുളത്ത് വരുമ്പോഴൊക്കെ നികേഷ് സാറിനെ കാണാതെ പോകാറില്ലായിരുന്നു. ഓഫീസിൽ വന്നിട്ടല്ല, ഉം, അദ്ദേഹം ഉം, CM പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം നികേഷ് സാർ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഉം, തോന്നുന്നത് ജോൺ ബ്രിട്ടാസിന് ശേഷം പിണറായി ഉം, വിജയന്റെ ഒരു മാനസപുത്രനാണ് ശ്രീ നികേഷ് കുമാർ എന്ന് പറഞ്ഞത്. അത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ ഉം, നികേഷ് കുമാർ ചെന്ന് മുട്ടേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് ജയരാജന്മാരുടെ മുമ്പിലേക്കാ ചെന്ന് ചാടുന്ന കണ്ണൂര്. ഉം, ഉം. ജയരാജൻ, ജയരാജൻ, പിന്നെ ഇ പി ജയരാജൻ. ജയരാജൻ. ആ ഇവരെ മൂന്ന് പേരുടെയും ഇടയിൽ കിടന്ന് എങ്ങനെ പുള്ളി മുമ്പോട്ട് പോകും എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ കണ്ണൂർ രാഷ്ട്രീയം പഴയതുപോലെ ജയരാജന്മാരെല്ലാം പഴയ കെട്ടുറപ്പോടല്ല ഇപ്പൊ നിൽക്കുന്നത്. ഉം, ഇവരെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ സാറിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു പുള്ളിയെ ഈ സംസ്ഥാന വക്താവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ തന്നെ പുള്ളി അക്രഡേഷൻ കമ്മിറ്റി ഉം, ചെയർമാനൊക്കെയാണ് പത്രപ്രവർത്തക യൂണിയന്റെ. ഉം, അപ്പൊ എനിക്ക് തോന്നുന്നു ഉം. പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ്, ഒരു വക്താവിന്റെ പോസ്റ്റ് എന്തെങ്കിലും ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് സേഫ് ആകും. ഉം, തിരുവനന്തപുരം ബേസ് ഉം. ചെയ്തിട്ടൊക്കെ പുള്ളി നിൽക്കാൻ. അല്ല, ഞാൻ കണ്ണൂർ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയത്തിലൊക്കെ ചേട്ടാ, പുള്ളിക്കാരൻ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് വരാനുള്ള ഒരു പരിപാടിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ അങ്ങനെ വരാൻ ഒരു എന്റെ കോൺസ്പിറസി പൊന്ന് തിയറിയാണ്. ധനുഷ എന്നെ എന്റെ പൊന്ന് ധനുഷ ഇപ്പൊ തന്നെ 2 ചാനൽ തുടങ്ങാനുള്ള മാധ്യമ പ്രവർത്തകർ പുള്ളിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുണ്ട്. ധനുഷ് തന്നെ ഒന്ന് എണ്ണം എടുത്തു നോക്കി എത്ര പേരുണ്ടെന്ന്. അതെ, 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 എനിക്കറിയാവുന്ന അതെ. ഉണ്ട്. അതായത് ഉം, 2 ചാനൽ തുടങ്ങാനുള്ള ആളുകൾ ഉം, ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ടും പ്രസ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇരിപ്പുണ്ട്. ഉം, ഇനിയും ഉം, കുറെ പൈസ കൂടെ സർക്കാരിന്റെ കൊടുത്തുകൊണ്ട് എടുത്തു വെച്ചിട്ട് എന്തോ പ്രയോജനമുണ്ട്? ഈ ഇത്രയും ഇരിക്കുന്നവരാരും ചെറിയ പുള്ളികളല്ലല്ലോ ഇരുന്നവരാരും. ഇപ്പൊ ഉം, ഇരിക്കുന്നവരാരും ഉം, വലിയ പുള്ളികളല്ലേ. ഉം, എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉം, ഉണ്ടായിട്ടുണ്ടോ? ഉം, മൈക്കുകാരനെ ചീത്ത വിളിക്കുന്നു. ഈ മാധ്യമ ഈ പ്രസ് സെക്രട്ടറി ആണല്ലോ വാർത്ത എഴുതി കൊടുക്കേണ്ടത്. ഉം, ഇത് ഈ ഉം. എഴുതി കൊടുക്കുന്ന വല്ലതാണോ വായിക്കുന്നത്? അതെ. ഉം, ആ, അതായത് മൈക്ക് ഓപ്പറേറ്റർക്ക് പോലും കിടന്നു പൊറുക്കാൻ വയ്യാത്ത രീതിയിലുള്ള PR വർക്കുകളും ഉം, കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നത് പോരാളി ഷാജിയോ വല്ലതൊക്കെ ഇനിയിപ്പോ ഉപദേഷ്ടാവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം പുള്ളി കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇന്നിപ്പം അത് ജയരാജനെ ശരിയാട്ടോ. അങ്ങോട്ട് അനുകൂലിച്ചിട്ട് പുള്ളി ഉം, ജയരാജനെ അനുകൂലിച്ചുകൊണ്ടെങ്ങാണ്ട് ഞാൻ വായിച്ചില്ല. എവിടെ ഉം, കിടക്കുന്നുണ്ട് ജയരാജനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉം, ഉം, വന്നിട്ടുണ്ട്. ഉം, പോരാളി ഷാജി ഉം, ആണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്ന പൈസ മുതലായി കിട്ടും. അത്യാവശ്യം കാലിബറുള്ള ഒരു കക്ഷിയാണ്. ഇപ്പൊ ആ പുള്ളിയെ കണ്ടുകൂടാ. അത് വേറെ അതെ, കാര്യം. അതെ. അപ്പം ഇതുകൊണ്ട് അപ്പൊ നിഖിൽ സാറിന് ഒരിക്കലും മാധ്യമോപദേഷ്ടാവാക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അവര് ഉം, വക്താവാക്കി മാറ്റാം. എനിക്ക് തോന്നുന്നു CPM വക്താവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിനും ഉം, BJPക്കും മാത്രമേ വക്താവുള്ളൂ ഉം, എന്നാ തോന്നുന്നു. വക്താവ് എന്നുള്ള ഒരു പോസ്റ്റ് ആക്കിക്കൊണ്ട് സാറിന് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാന്നുണ്ടെങ്കിൽ പറ്റി. ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ ഇറക്കി വിട്ടതിൽ ഇപ്പം കണ്ണൂർ രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞ് കലാപകലുഷിതമായിട്ട് നിൽക്കുകയാണ്. ഉം, ഉം, എന്തും എപ്പോഴും സംഭവിക്കാം. അവിടെ ഉം, നികേഷ് സാറിനെ പോലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാള് ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ആകെയുള്ള ഒരു ലേവൽ MP രാഘവന്റെ മകൻ ഉം, മാധ്യമപ്രവർത്തകൻ എന്നുള്ള 2 ലേവലേ ഉള്ളൂ. ഈ 2 ഉം. ലേവല് വെച്ചുകൊണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്, രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മാധ്യമ രംഗത്താണെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും, അറിയില്ല. എന്നാലും സാറിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. നാളെ നമ്മുടെ പഴയ മാധ്യമ പ്രവർത്തക വീണ ജോർജിനെ പോലെ നികേഷ് സാറും ഉം, നല്ലൊരു മാധ്യമ പ്രവർത്തകനായി വരട്ടെ എന്ന് നമുക്ക് ഉം, ആശംസിക്കുന്നു. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകന് ചോദിക്കാറുണ്ട്, മാധ്യമ പ്രവർത്തനം ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് പണിക്ക് പോകുന്നു വെച്ചാൽ നമുക്ക് പോകാൻ പറ്റുന്ന പണി PR വർക്കാണ്. കമ്പനികളിലും മറ്റൊക്കെ ഉം, PR വർക്കുണ്ട്. പിന്നുള്ളത് രാഷ്ട്രീയം തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ഉം, രാഷ്ട്രീയ പ്രവർത്തകനായി വരുന്നത് ഏറ്റവും കൂടുതൽ ഗുണമാണ് രാജ്യത്തിന്. കാരണം ഒരു മാധ്യമ പ്രവർത്തനം A to Z കാര്യങ്ങൾ അറിയാം. അതനുസരിച്ചിട്ട് ഉം, നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഉം, നമ്മുടെ ഈ വരുന്ന മാധ്യമ പ്രവർത്തകന്റെ ഭൂതകാലം ശരിയല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഭാവി ഒട്ടും ശരിയാകില്ല. ഉം. എന്തായാലും ഒരുപാട് പറഞ്ഞതിന്റെ അർത്ഥം കാര്യങ്ങൾ ധനുഷിന് കേൾക്കാനായിട്ട് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിലെ മാധ്യമ പ്രവർത്തകരെയും അർത്ഥങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ നമ്മളെ സാങ്കേതികമായിട്ട് അവരുടെ പേരും കാര്യങ്ങളും പറയുന്നത് അത് മൊത്തത്തിൽ റിവീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടിരിക്കാനായിട്ട്. നികേഷ് കുമാറിന്റെ ഒരുപാട് അറിയാത്ത കഥകൾ അറിയാനായിട്ട് സാധിച്ചു. ഒരുപാട് ടൈം എക്സ്റ്റെൻഡ് ചെയ്തു പോയി. നമ്മളൊരു 10 മിനിറ്റ് നിർത്തണമെന്ന് പറഞ്ഞ് തുടങ്ങിയ വീഡിയോ ഇപ്പൊ ഒരുപാട് സമയം എക്സ്റ്റെൻഡ് ചെയ്തു പോയി. ഒരുപാട് കഥകൾ അറിയാനായിട്ട് സാധിച്ചു. എന്തായിരുന്നാലും നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോ ഇറങ്ങുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. ഇത്തവണയെങ്കിലും അദ്ദേഹത്തിന് ചുവട് പിഴയ്ക്കാതെ അദ്ദേഹം മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. അല്ല, ഇനി അദ്ദേഹത്തിന്റെ ഇനി എത്രയോ ഇനി ഗർവാപ്പസി ഇല്ല. ഇനി ഇനി ഗർവാപ്പസി ഇല്ല. ഗർഭാപ്പസിയില്ല. മാനേജ്മെന്റ് മാറി.
മാനേജ്മെന്റ് മാറി. പക്ഷെ എങ്കിലും അദ്ദേഹം കർവാപ്പസി ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മളെ പോലെ ഒരു ഓൺലൈൻ ചാനലുകളോ മറ്റോ തുടങ്ങി തിരിച്ചു അത് വരാം അത് എന്നുള്ളത് തുടങ്ങിയിട്ടുണ്ട്. മാത്രമേ. അല്ല, അത് തുടങ്ങിയിട്ടുണ്ട്. അത് നേരത്തെ ഉം, തുടങ്ങി, 1 വർഷമായി തുടങ്ങിയിട്ട്. അത് തുടങ്ങിയിട്ടുണ്ട്. ഉം, ഉം. സാധ്യത അതിലേക്കൊക്കെ ഇല്ലാതില്ല. തിരിച്ചു വരാം. ആ അതിലേക്കൊക്കെ തിരിച്ചു വരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് CPM-നോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് ഒരു MP സ്ഥാനം, രാജ്യസഭയിൽ ഒരു MP സ്ഥാനം ജോൺ ബ്രിട്ടാസിനൊക്കെ കൊടുത്ത പോലെ എന്തെങ്കിലും ഒരു കനത്ത ഒരു സ്ഥാനം തന്നെ കൊടുത്ത് അദ്ദേഹത്തിനെ പരിപാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നമുക്ക് പറയാനുള്ളത്. എന്തായാലും നികേഷ് സാറിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ പര്യവസാനിപ്പിക്കാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.